ഹായ് ഗൈസ്, അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഫിഷ് കറിയാണ്. എൻ്റെ പേര് ഷാജിദ. ഫിഷ് കറിക്കുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ചേരുവകൾ: ഇത് നത്തോലി മീൻ, നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് എനിക്കറിയില്ല. അതിൻ്റെ ചേരുവകൾ: പച്ചമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, തക്കാളി പേസ്റ്റ് കുറച്ച് ചതച്ചാൽ മതി, സവാള, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, കറിവേപ്പില, പുളി വെള്ളത്തിലിട്ട് വെച്ചത്. ഈ പേന അടുപ്പത്ത് വയ്ക്കുക. ചൂടായി വരട്ടെ പേന. അതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അത് ചൂടായ ശേഷം അതിലേക്ക് കുറച്ച് ജീരകം, ഉലുവ ഇട്ട് കൊടുക്കുക. ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ടുകൊടുക്കുക. എന്നാൽ നന്നായി ഒരു മറൂൺ കളറാണ് വരെ മൂപ്പിച്ച് കൊടുക്കുക. കുറച്ച് ഉപ്പിട്ട് മൂപ്പിച്ച് കൊടുക്കുക. മൂത്ത് വരുമ്പോൾ മൂക്കട്ടെ. അതിലേക്ക് ഇഞ്ചി പേസ്റ്റ്, വെളുത്തുള്ളി മൂപ്പിക്കണം. ഇതിലേക്ക് വെളുത്തുള്ളി പേസ്റ്റ്, ഇഞ്ചി നന്നായി മൂപ്പിച്ചവരെ വണക്കുക. ഇത് പച്ചമണം പോണ വരെ. അതിലേക്ക് കറിവേപ്പില, പച്ചമുളക് കുറച്ച് വണക്കുക. ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇടുക. ഇത് പച്ചമണം പോകുന്ന വരെ ഒന്ന് വരയ്ക്കുക. വരഞ്ഞ് വരുന്നുണ്ട്. അതിന് ശേഷം തക്കാളി പേസ്റ്റ് ഇടുക. ഒന്ന് ഇളക്കി വരണം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നല്ലൊരു മണം വരുന്നു കേട്ടോ. മണം വരുന്ന വരെ നന്നായിട്ടൊന്ന് വരട്ടുക. വരട്ടി കഴിഞ്ഞാൽ ആ പച്ചമുളകൊക്കെ തക്കാളിൻ്റെ പോയി കിട്ടും. നന്നായി വരട്ടുക കേട്ടോ. ഇപ്പം നിപ്പയാണ്. അപ്പം എല്ലാവരും മാസ്ക് ഇട്ട് സേഫ്റ്റിയായി നടക്കുക. പിന്നെ നല്ല പുറത്തൊന്നും നടക്കല്ലേ. പുളിയെടുത്തിന് നന്നായി പിഴിഞ്ഞ ശേഷം അതിലേക്ക് ഇടുക. അതിലേക്ക് പുളിവെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് പുളി ഒഴിക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉപ്പോ എരിവോ കമ്മിയുണ്ടെങ്കിൽ അതിലിട്ട് കൊടുക്കണം. കുറച്ച് വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് മുളകൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. എനിക്ക് പാകമാണ് കേട്ടോ. എന്നിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ ഒന്ന് തിളക്കട്ടെ. തിളച്ച് ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ എന്ത് ഭംഗിയാ കാണാൻ. നമുക്ക് കുറച്ചും കൂടി ഒന്ന് കുറുകട്ടെ. അതിന് ശേഷം മീൻ ഒഴിക്കാം. ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ നല്ലൊരു മണം വരുന്നുണ്ട്. ചോറ് നല്ലൊരു മണം വരുന്നുണ്ട്. ചോറ് മീൻ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഉപ്പുണ്ടോ നോക്കുക. ഞങ്ങൾക്ക് അതിലോട്ട് മീൻ ഇട്ട് കൊടുക്കാം.
ഇത് 1 കിലോ മീനാണ് കേട്ടോ. അതിന് ആവശ്യത്തിന് ചേരുവകൾ ചേർത്ത് ഇടുക. മീൻ എടുക്കാം. നല്ലൊരു മണം വരുന്നുണ്ട്. ഇങ്ങനെ തിളച്ച് ഒന്ന് വേവട്ടെ. വെന്ത ശേഷം നമുക്ക് സർവ് ചെയ്യാം. മതിട്ടോ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പതുക്കെ മീൻ പൊട്ടു. നമുക്ക് ഒരു 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് കൂടി വയ്ക്കാം. ഓക്കെ, നമുക്ക് തുറന്ന് നോക്കാം. നല്ലൊരു മണം. മീനൊക്കെ വെന്ത് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് വെക്കാം. അതിനകത്ത് തീ ഓഫ് ചെയ്യാം. കണ്ടോ മീൻ കറി ഇട്ടില്ല. അപ്പം എല്ലാവരും ട്രൈ ചെയ്യുക. അടിപൊളി ഒരു ഡിഷാണിത്. ഓക്കെ, താങ്ക് യു. നല്ലൊരു ടേസ്റ്റിൻ്റെ കറി. അപ്പം എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. അടുത്ത വീഡിയോ കാണാം നമുക്ക്. അപ്പോൾ അതിലേക്ക് എല്ലാവർക്കും ഗുഡ് ബൈ.